എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന് നമ്മള് താഴെ തീ കൊടുത്ത് നമുക്കിനി മത്സരം തുടങ്ങിയാലോ? അച്ഛപ്പാ കളിച്ച ചളിയായിട്ട് വരും. ഞാൻ മാഗിക്ക് ഉണ്ടാക്കും. മാഗിക്ക് ഉണ്ടാക്കും. അമ്മണിമുത്ത്. 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 ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു സംഭവമായിട്ട് വരുന്നത്. എന്റെ എനർജി ലെവൽ കണ്ടപ്പോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണും. ഇന്ന് എന്താ ഈ കൊച്ചിന് ഇത്ര എനർജി ഉള്ള ആരെങ്കിലും കാണാൻ പോവുകയാണോ, അല്ലെങ്കിൽ എനർജി ഉള്ള എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ഉണ്ടാവാം. അത് ഞാൻ വഴിയെ പറയാം. സസ്പെൻസ് ആണ്. ഒരാളുണ്ട് എൻ്റെ കൂടെ. ഞാൻ ഇത്ര എനർജി ആയിട്ട് നിൽക്കുന്ന ഇന്ന് എൻ്റെ ഉമ്മ എനിക്ക് 2 മുട്ട, 1 ഗ്ലാസ് പാല് ഇതൊക്കെ രാവിലെ തന്നിട്ടാണ്. കാരണം എൻ്റെ കൂടെയുള്ള ആൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ്. അപ്പൊ റബ്ബർ പോലെ ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഇന്ന് ഉള്ളത്. അപ്പൊ നമുക്ക് ആളാരാന്ന് ഞാൻ വഴിയെ പറയാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഒരു സാഹസികമായ യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ കാറ് ഉള്ളിൽ തന്നെ ഇട്ടിട്ട് ഈ 2 വീലറിൽ തുടങ്ങാനുള്ള ഒരു പണി പുരയിലാണ്. പക്ഷെ ഇത് ഇടാൻ പറ്റുന്നില്ലല്ലോ. യെസ്, ഇട്ടു. ഞാൻ കുറച്ചു നാളായി 2 വീലർ ഓടിച്ചിട്ട്. കാരണം ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് വീണായിരുന്നേ 2 വീലറിൽ നിന്ന്. അതിനുശേഷം ഞാൻ 2 വീലർ തൊട്ടിട്ടില്ല. ഇന്നാണ് 2 വീലർ വീണ്ടും ഓടിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഫുൾ ഒരു സാഹസികതയാണ്. ഓക്കെ, നമുക്കപ്പോ പോവാം. ഞാൻ ഇന്ന് ഈ 2 വീലറിലാണ് എൻ്റെ ആ ഫ്രണ്ടിനെയും കയറ്റി ഇങ്ങനെ പോവാൻ പോകുന്നത്. യെസ്, കമോൺ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. ഞാൻ പറഞ്ഞ ആളിതായിരുന്നു. പക്ഷെ നീ ചാടിക്കയറി വന്നത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഒരു അടിപൊളി ഇൻട്രോ കൊടുക്കണം എന്നൊക്കെ. എന്നെ നിർത്തി പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോ എന്നെ കണ്ടപ്പോ വവ്വാല് ചാടം നമ്മള് സുഹൃത്തുക്കളെ കണ്ടാ വരണോന്നാണല്ലോ. അങ്ങനെയാണല്ലോ. എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾ റൗണ്ട് റെഡ് കളർ റൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതൊക്കെ ഈ അരയന്നത്തിലേക്ക് ഇങ്ങനെ കാണിക്കും. ഇത് ഞാൻ പറയണായിരിക്കും അൻഷി വാങ്ങിച്ചു തന്നാന്ന്. ശരിയാട്ടോ, ഞാൻ പറഞ്ഞത്. നീ പറയും. ഇതെനിക്ക് അൻഷിത അഞ്ചി എവിടുന്ന് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചെന്നാണ്. ഇത്ര മതിയില്ലേ? പിന്നെ പോയതാ. ഓക്കെ. ഞാനപ്പോ ഇൻട്രോ കൊടുത്ത എന്നെ കൊച്ചിനെ വിളിക്കണമെന്ന് വിചാരിച്ചപ്പോ അവൾ എന്നെ കണ്ട സന്തോഷത്തിൽ ലൊക്കേഷനിലും ഇങ്ങനെ എന്നെ കണ്ട ചാടി ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കും. ഇൻട്രോ പറ, ലൊക്കേഷനിലേ പറയുന്നില്ല. ഞാൻ പറയാൻ വന്നത് അതീവ സുന്ദരിയും മേക്കപ്പ് എന്താന്ന് പോലും അറിഞ്ഞൂടാത്ത, അതെടുത്ത് പറ. മേക്കപ്പ് എന്താന്ന് പോലും അറിഞ്ഞൂടാത്ത അതീവ സുന്ദരി, ദൈവം ജന്മനാ സൗന്ദര്യം വാരിക്കോരി കൊടുത്ത ഒരു സുന്ദരിയാണ് എന്റെ കൂടെ. അതായത് അൻഷിത അഞ്ചിയുടെ യൂട്യൂബ് ചാനൽ കൂടെ ഉള്ളത് എന്ന് പറയണേ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴത്തേക്ക് ചാടി വന്നു. ഇത്രയും പറയാം. ഇനി പിന്നെ പറ. ഇതെന്ത് ഇത് നമുക്ക് മങ്കി സ്റ്റൈൽ മുടിയൊക്കെ വെട്ടിയിട്ടാണ് കൊച്ചു വന്നിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലിലൊക്കെ കേട്ടോ. അപ്പൊ നമ്മള് 2 വീലറിലാണ് പോകുന്നത്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. വേറെ പറയും, കുറച്ച് 2 ഇംഗ്ലീഷ് പറയൂ. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്വിറ്റ് ചെയ്തിട്ടാണ് HR-ലേക്ക് കയറിയത്. എങ്കിൽ ഓക്കെ, കണ്ടിന്യൂ. ഞാൻ തന്നെ ചെയ്യാം. കണ്ടിന്യൂ. നമ്മൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൽ ഒരേപോലെ അല്ല. കാരണം നമ്മൾ മലയാളീസ് ആണ്. ഇപ്പം എവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും അവരവരുടെ ലാംഗ്വേജസ് ആയിരിക്കും അവരവർക്ക് പറയാനും കൂടുതൽ സംസാരിക്കാനും ഒക്കെ ഈസി അതായിരിക്കാം. നമ്മൾ ആരും അങ്ങനെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് അറിയണമെന്നില്ല. അതൊന്നും തെറ്റല്ല, നമുക്ക് പഠിക്കാം. എല്ലാവർക്കും അൻഷിയപ്പോലെ ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ സംസാരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു ആപ്പ് വന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് കഫേ. അപ്പൊ ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്.
അതിൽ നിങ്ങളുടെ ഒരു ഇംഗ്ലീഷിൻ്റെ അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാനും ഇംഗ്ലീഷ് സംസാരിക്കാനും അതിനു വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാനും യെസ് അവർ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതായിരിക്കും. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ഹബ്ബാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് കഫേ. അതായത് ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും നിങ്ങളുടെ സമയം അനുസരിച്ച് ഇപ്പൊ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലാത്തവരായിരിക്കും, പഠിക്കുന്ന കുട്ടികളായിരിക്കും, അങ്ങനെ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇതുമെല്ലാം അവർ ഓൺലൈനിലൂടെ നിങ്ങളുടെ ടൈം അനുസരിച്ച് വാട്സാപ്പിലൂടെ പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ആദ്യം ഇംഗ്ലീഷിന്റെ അറിവ് ഒരുപോലെയല്ല. അപ്പൊ അത് അവർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ ഒരു ലെവൽ ടെസ്റ്റ് നടത്തും. അതായത് നമ്മുടെ ഒരു ലെവൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ലെവൽ ടെസ്റ്റ് നടത്തിയിട്ടായിരിക്കും നിങ്ങൾക്കുള്ള ക്ലാസ് തുടങ്ങുന്നത്. നമ്മുടെ ഈ ഒരു ലെവൽ ടെസ്റ്റ് അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ് ഇങ്ങനെ 3 ലെവലിലേക്ക് അവർ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ ഏതെങ്കിലും ഒരു ലെവലിലായിരിക്കും നമ്മുടെ ക്ലാസ് തുടങ്ങുക. കാരണം നമ്മളിപ്പം നന്നായി അറിയാമെങ്കിൽ അവർ അഡ്വാൻസ്ഡിൽ ഇട്ട് നന്നായിട്ട് പഠിപ്പിക്കായിരിക്കാം. അല്ല നമ്മുടെ ലെവൽ അനുസരിച്ച് ഏത് കാറ്റഗറിയിലാണോ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അതിലിട്ടായിരിക്കും നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഈ കോഴ്സിനൊരു പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ടാവും. യെസ്, ഇവര് രാവിലെ 9 മണി തൊട്ട് രാത്രി 11 മണി വരെയും ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മളുടെ ടൈം അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണോ ക്ലാസ്സിൽ കയറാവുന്നതായിരിക്കും. നമ്മുടെ ഇംഗ്ലീഷ് കഫേയിൽ കോളിംഗ് ആക്ടിവിറ്റീസ്, സ്പീക്കിംഗ് ആക്ടിവിറ്റീസിന് 2 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലെവൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ആ ചമ്മലെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. പുള്ളിയോ പുള്ളിക്കാരത്തെയോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷിന് നല്ല പച്ചവെള്ളമായിട്ട് പറയാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ കോഴ്സിന്റെ കാലാവധി എത്രയാണെന്ന് നിനക്കറിയോ? 2 months. യെസ്, 2 മാസമാണ് ഈ കോഴ്സിന്റെ കാലാവധി. നിങ്ങൾ വിഷമിക്കേണ്ട. 2 മാസം കൊണ്ട് ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്ന് വെച്ചിട്ടൊന്നും അവർ നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. കാരണം ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 6 മാസത്തേക്ക് വരാക്കാവുന്നതാണ്. 6 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അങ്ങോട്ട് നീട്ടി നമുക്ക് നന്നായിട്ട് 6 മാസം നിങ്ങൾ പഠിക്കാതിരിക്കില്ല. കാരണം അത്ര അടിപൊളി ട്രെയിനേഴ്സ് ആണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് കഫേയിലുള്ളത്. അതുകൊണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നല്ല പച്ച വെള്ളമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് യെസ് ഉറപ്പാണ്. അപ്പൊ ആരും മറക്കണ്ട, ഇംഗ്ലീഷ് കഫേ. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, നമ്മളിതിപ്പോ 2 മാസം കൊണ്ട് പഠിച്ചില്ല 6 മാസത്തേക്ക് നീട്ടുവാണെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് ഈ 2 മാസം എന്ത് ഫീ ആണ് നിങ്ങൾ അടച്ചത് അതിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാവുന്നതായിരിക്കും. കോഴ്സിനായിട്ട് വളരെ ചെറിയൊരു ഫീ ആണുള്ളത്. അപ്പൊ അത് കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഉടനെ പോയി ചെറുപറാന്ന് ഇംഗ്ലീഷ് പഠിക്കുക അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മൾ യാത്ര പോണ്ടേ മോളെ? പിന്നെ അയ്യോ, ഈ കുട്ടി ഉണ്ടല്ലോ പാവം ഓട്ടോ. കാരണം ഞാൻ അത് പറയാതിരുന്നാ അവൾക്ക് സങ്കടം വരും. ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ ഞാൻ ഒരു 11 മണിയാകുമ്പോ എത്തും. അപ്പൊ ഇവിടെ 11 മണിക്ക് ഡ്രസ്സും ചെയ്ത് ഈ കുട്ടി ആ റൂമിലിരുന്നു. ഇത് 2ാമത്തെ ഡ്രസ് ഞാൻ പറയട്ടെ, ഇനി അവള് ലേറ്റ് ആയ 3 മിണ്ടടുത്ത് ഞാൻ പറയട്ടെ. ഈ കുട്ടിയുടെ നന്മ മരമാണ്, അത് നിങ്ങൾ അറിയണം. കാരണം ഞാൻ ബാക്കി പറയട്ടെ. ഈ കുട്ടി ആ ഡ്രസ്സും ചെയ്ത് അവിടെ ഇരുന്നു. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, അഞ്ചി എപ്പോഴാ വരുന്നേ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്ത്, മോളെ ഞാൻ ഇവിടെ കിടക്കാണ്. അപ്പൊ തിളങ്ങുന്ന ഡ്രസ്. അപ്പൊ ഞാനിത് മാറുവാന്ന് പറഞ്ഞിട്ട് പോയി ഇട്ട ഡ്രസ്സാണിത്. പക്ഷെ ഒരു നന്മ നിങ്ങൾ ഓർക്കണം, അപ്പൊ തന്നെ കൊച്ചി ഇട്ട ഡ്രസ്സിന്റെ ഫോട്ടോ എടുത്ത് ആ ഇൻസ്റ്റയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും. കാരണം ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ ഫോട്ടോ എടുത്തിട്ടാണ് പുതിയ ഡ്രസ് ഇട്ടാ അപ്പൊ ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ എന്റെ കുഞ്ഞ് വളരെ വിഷമിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് താമസിച്ചു. അത് പറയൂ, ഞാൻ താമസിച്ചതിന് കാരണക്കാർ എന്റെ പിന്നിലുണ്ട്. നിങ്ങൾ ഈ കണ്ണാടിയിൽ കൂടെ അവരെ കാണണം, അവരെ നിങ്ങൾ കാണണം. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയല്ലോ. നമ്മൾ 2 വീലറിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? മാസ്ക് വേണം, ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് അവിടെ ഉണ്ട്, നമുക്ക് തരാട്ടോ. നിനക്ക് നിന്റെ ഡ്രസ്സിന് ചേരുന്ന ഹെൽമെറ്റ് ആണ് ഞാൻ വെക്കട്ടെ. ഇത് നിനക്കല്ല, അത് തരൂ. എനിക്ക് പിങ്ക് മതി. നീ എന്റെ ഡ്രസ്സിന് ഇതാ ചേരുന്നത്. കാരണം ഞാൻ കണ്ടോ, നീ എല്ലാം മനപ്പൂർവ്വം. എന്നിട്ട് എന്നോട് രാവിലെ ചുരിദാറൊക്കെ ഇടാന്ന് പോണീച്ചങ്ങോട്ട്. അത് ഞാൻ പിന്നീട് അങ്ങോട്ട് അല്ലെ ചുരിദാർ ഇട്ട് 2 വീലറിൽ പോയി എന്താ കുഴപ്പം? ഓഹോ അല്ലേ, ഇതൊക്കെ ഇടാറിയോടി നിനക്ക്? ഇത് ഞാൻ തന്നെ ഞങ്ങൾ ഇതൊന്ന് ഇട്ട് പഠിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. ഇത് മോളെ നമ്മൾ ഇങ്ങനെ പിടിക്കണം, പിടിച്ചിട്ട് ഇതിന് നാളെ ഷൂട്ടുണ്ടെന്ന്. അതായത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിതാ നിന്നെ പൊടി അടുപ്പിക്കില്ല, ഒന്നും അടുപ്പിക്കില്ല, ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഒരു അയ്യോ സോറി,
അല്ല ഇനി ഒരു സംഭവം ഉണ്ട്, മാസ്ക് എവിടെ നിന്ന് ജാങ്കോ, ഞാൻ വീണ്ടും മാസ്ക് ഇടും. മുടിയൊക്കെ കെട്ടിയ ഇല്ല, ഒരു കുഴപ്പമില്ല, സത്യമായിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ എങ്ങനെ വന്നതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അല്ല എന്താ ഇപ്പൊ നടക്കുന്നത്? എന്റെ കൈ എവിടെയാണോ? മോള് മാസ്ക് ഇട്ടെ, ചേച്ചി ഒക്കെ ഇതിപ്പോ മാസ്ക് ഇട്ട് എന്നെ കാണാണ്ടോ? നിങ്ങൾക്ക് വേറെ എല്ലാം കൊണ്ടുപോയി. ഇനി മോള് ഇട്ടോ? ഇല്ല, എന്റെ ഈ ചെവി കേറിയില്ല. ഇതെന്ത് പോടെ? ഇനി നമ്മള് ഇത് വെക്കണം, മടക്കി എടുത്തു ഗൈസ്. ഇത് വെച്ച് ലോക്ക് ചെയ്യണം. ഇനി നിന്നെ ഞാൻ പൊടി അടുപ്പിക്കില്ല. എന്റെ ഈ കുഞ്ഞിന്റെ കണ്ണ് കണ്ട് എന്ത് ഭംഗിയാ. നമ്മള് ഇത് വെച്ച് നിന്നെ മൂടും. ഇനി ഇതിനെ നമ്മള് താഴെ തീ കൊടുത്ത് അതെ, ഞാൻ മാസ്ക് ഒന്നും വെച്ചില്ല, അതൊക്കെ വെച്ചിട്ട് ഇത്ര കഷ്ടം. നോക്ക്, ഇവിടെ കൂടെ വരണ്ടായിരുന്നു. അയ്യോ ഇനി പോയാലോ? എനിക്കിത് താത്തണം. അത് താഴ്ത്ത. അയ്യോ ഇത് സുനാപ്രിക്കേഷൻ ഓഫ് ദ ഇന്ത്യ ഉണ്ട്. അത് ഇട്ടു. ഇത് ഏത് ജാമ്പുവിന്റെ കാലത്താണ്? ഇനി ഇത് നിങ്ങൾ ഇവിടെ ഒരു തീ ഇട്ടാൽ ഞങ്ങൾ രണ്ടു കൂടെ ഒരുമിച്ച് മുകളിലായിട്ട് പോകണം. അത് നോക്കുമല്ല, ഒരു ഹോട്ടലിൽ ഇങ്ങനെയൊക്കെ നിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഗമയതാ. നമ്മളിതാ എടി കുത്തന്നെ വണ്ടി, ടൂ വീലറാണ്. ഉപദ്രവിച്ച് നീ മുഖം കാണിക്കണ്ട, നീ അല്ലാതെ മുഖം കാണിച്ചാൽ അല്ല. ഇത് കണ്ടാൽ നിങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ആക്രമണം ഒരിക്കലും അല്ല, ഇതിനൊരു ദുരുദ്ദേശമുണ്ട്. അപ്പൊ നമ്മള് എവിടെയാ മാമി? ബെസ്റ്റ് അവളാകെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഒട്ടും ഫുഡ് കഴിക്കാത്ത ആൾക്കാരായത് കൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ലേ ലുമേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ മാമിക്കുട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൾ എന്നോട് പറഞ്ഞു നയനയുടെ കൂടെയുള്ള വീഡിയോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു എന്നെയും കുട്ടി എവിടെയെങ്കിലും ഒക്കെ പോവാന്ന് പറഞ്ഞിരുന്നു. പാവം കേട്ടോ. അത് ഇവളെ ഞാൻ വിളിച്ചപ്പോൾ ഇവൾ ആദ്യം എന്നോട് ചോദിച്ചത് ഫുഡ് കഴിക്കാൻ പോവാൻ നമ്മള് എന്നായിരുന്നു. അപ്പൊ ഞാൻ ഇവളെ എന്നെ കാസ്റ്റ് ചെയ്തപ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് ഒറ്റ സാധനമാണ്. അതിന് എന്തായാലും ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മള് ലേ ലുമേറിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുന്നതായിരിക്കും. മാമിക്കുട്ട, ഇവിടെ ഇനി അടി നടന്നതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇത് കണ്ടോ? ഈ പാമ്പും കോടിയും നിങ്ങൾ കണ്ടോ? കണ്ടോ? അവൾ പകുതി ചെയ്ത് വെച്ചിരിക്കുന്നു. അവള് തട്ടിപ്പ്. ഹലോ, ഞാൻ സത്യസന്ധതയുടെ നിറകൂടം. നിറകൂടം അല്ല, കവികൂടം. ഇവള് ഞാൻ ഈ വരച്ചു വെച്ചതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ഫസ്റ്റ് തള്ളിക്കൊണ്ടിരുന്നത് ഇങ്ങോട്ട് കയറാൻ. ഓക്കെ, നമുക്കിനി മത്സരം തുടങ്ങിയാലോ? ഞങ്ങൾ ഇത് ആരാണ് ആദ്യം ഇത് കണ്ടുപിടിക്കുന്നതെന്നുള്ള ഒരു മത്സരമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. 1 2 3 സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം അവള് വരയ്ക്കും. റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്റെ പേന തെളിയില്ലടി മോളെ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് എന്തിനാന്നറിയോ ഇതൊക്കെ തരുന്നത്? നമ്മള് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബോറടിച്ച് ഇരിക്കാതെ ഇതൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോ ടൈം പോകും. അപ്പൊ നമുക്ക് ഫുഡ് വരും. ഞാൻ പയ്യന്റെ അടുത്ത് എത്തിയേ. എന്റെ പയ്യൻ ഡയറ്റില്ല. എടി കള്ളി, ഇതെന്താ വരച്ചു വെച്ചിരിക്കുന്നേ? കുഴപ്പം എന്റെ പയ്യൻ ഡയറ്റിലാണ്, വെറുതെ കേട്ടോ. ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ ഫുഡ് കഴിക്കുന്നില്ലേ? ഓക്കെ, ഒരു ചപ്പാത്തിയൊക്കെ മതി കേട്ടോ. രണ്ട് ചപ്പാത്തി അല്ലേ കഴിക്കുന്നുള്ളൂ. വൺ ഡയറ്റാ. പക്ഷെ ഫുഡ് എവിടെയെങ്കിലും കണ്ട അവിടെ നോക്കിയാൽ മതി. ഇവളുടെ തല ഇങ്ങനെ. ഫസ്റ്റ് ഞാൻ എവിടെ ഉണ്ടായി? അത് എനിക്ക് ഐസ്ക്രീം ഒക്കെ ഭയങ്കര കൊതിച്ചാണ് ഈ കുട്ടി. അങ്ങനെ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്ത് നിന്റെ വിശേഷങ്ങൾ പറയൂ. അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടാവില്ലേ? എന്തെന്താ വിശേഷം? അതിലെ എന്റെ ചാനലിനെ കുറിച്ച് പറ. അഞ്ജിയുടെ ചാനൽ വളരെ നല്ല ചാനൽ. അഞ്ജിയുടെ യഥാർത്ഥ രൂപം ഇതുവരെ വന്നിട്ടില്ല ഈ യൂട്യൂബ് ചാനലില്. അവള് ഒരു ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള ലെവൽ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ കഴിയുന്നത്. അത് സത്യമാണ്. വീഡിയോസ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നതൊക്കെ. അതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അവള് കുറച്ച് ഇരിക്കുന്നവരൊക്കെ ചിരിക്കുന്നത് എപ്പോഴാണ്? അതൊക്കെ എപ്പോ സംഭവിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു അവള്. എന്തോ ഈ നമ്മള് നൈന ആയിട്ടുള്ളതൊക്കെ എന്ത് ചളിയായിരുന്നു. ഞാൻ എന്തൊക്കെയാ
എന്നാലും കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇപ്പൊ ഇന്ന് ഞാൻ ഫുൾ സ്റ്റാൻഡേർഡ് വെള്ള കളയും. ഇപ്പൊ മനസ്സിലായില്ല എന്റെ സ്റ്റാൻഡേർഡ് കളയുന്ന അല്ല ഇവളുടെ ഇല്ലായിരുന്നു. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പാലക്കാരൊക്കെ സ്റ്റാൻഡേർഡ് ഒത്തിരി ആയതുകൊണ്ട് ചിലവരുടെ കൂടെ കൂടുമ്പോഴാണല്ലോ സ്റ്റാൻഡേർഡ് ഒക്കെ പോകുന്നത്. മൈ ഗാഡ്, ഇതിപ്പോ പാലയ്ക്കിട്ട് കുത്തിയതാണോ എനിക്കിട്ട് കുത്തിയതാണോ പോയെന്താ ദൈവമേ, അവർക്ക് എന്താ പ്രശ്നം? അപ്പൊ മാൻവിക്കുട്ടനെ കുറിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ എത്ര നാളായി പരിചയപ്പെട്ടിട്ട്? ഒരു 6 വർഷമൊക്കെ. 6 വർഷമായിട്ടുണ്ട് ഞങ്ങളിപ്പോ പരിചയപ്പെട്ടിട്ട്. നമ്മളൊരു സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് കണ്ടത്. അതിനുശേഷം ഇപ്പൊ നമ്മള് കൂടെ എവിടെ സീരിയലില് എന്താ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് പൊക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ശരിക്കും രണ്ടാളും നല്ല പോസിറ്റീവ് ആട്ടോ അല്ലേ? ഞങ്ങൾ ആ സീരിയലിൽ അങ്ങനെ പലതും കാണിക്കും, പക്ഷെ ശരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അതെ, ഞങ്ങൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് പറയുമ്പോ അവള് മുഖത്തൊരു, ഞാൻ സത്യമായിട്ട് പറഞ്ഞു അവള് കള്ളിയാ. ഒരു സാധനം പറഞ്ഞുതരാം. ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഇവള് ഫസ്റ്റ് അതായത് കൂടെവിടയിൽ എന്നെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആരോട് പറഞ്ഞില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു ചെറിയ എല്ലാം ഓക്കെ ആയി, സെറ്റായി, ഷൂട്ട് തുടങ്ങി, ടെലികാസ്റ്റിംഗ് തുടങ്ങുമ്പോ പറഞ്ഞാൽ മതി എന്നൊക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ആരുടെ പറഞ്ഞില്ല. കാരണം ഇതിന് മുന്നേ വന്ന ഉടനെ ഇങ്ങനെ വഴിക്ക് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പൊത്തി വെച്ചു. അപ്പൊ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അപ്പൊ എന്നെ ഈ സീരിയലിൽ വിളിച്ചു. വിളിച്ചപ്പോ എനിക്ക് ആരാ ഇതിൽ ഹീറോ ആയിട്ട് ചെയ്യുന്നത്, ഹീറോയിൻ ആയിട്ട് ചെയ്യുന്നത് ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഓക്കെ ചെയ്യാം, ശരി കുഴപ്പമില്ല, ഏഷ്യാനെറ്റില് നമുക്ക് ചെയ്യാണ്ടായിട്ടില്ല. ആ ടൈമിൽ കോവിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കോവിഡ് കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് പണിയില്ലാതിരുന്നോ ചെയ്യാന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഏഷ്യാനെറ്റിന്റേതാണ്, നല്ലൊരു പ്രൊജക്ട് ആണ്, നല്ല ക്യാരക്ടറാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ ഹീറോയിൻ ചോദിച്ചു. കൊല്ലത്തുള്ളൊരു അൻഷിരി അറിയോന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ദുരന്താണോ. എന്റെ കണ്ണ് എടി, ഇതിൽ കണ്ണും കൂടെ കുത്തി വെച്ച് നിനക്ക് തിന്നണോ? അപ്പൊ ഞാൻ ഇവിടെ ഫോൺ വിളിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഹീറോ ആരാണെന്നുള്ളത് അറിയുന്നത്. അതിനുശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാനപ്പോ ചാടി എടുത്തു. അത് ഇവളായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിച്ചത്. ഹലോടാ, ഹലോ അഞ്ജി, നീയാണോ പുതിയ സീരിയലിലെ ഹീറോയിനായിട്ട് ചെയ്യുന്നത്? ഞാനിപ്പോ വിളിച്ചപ്പോ രതീഷേടൻ എന്റെ അടുത്ത് പറഞ്ഞു നീയാ ഹീറോയിനായിട്ട് ചെയ്യുന്നത്. ഞാനടുത്ത് പറഞ്ഞില്ലായിരുന്നു. നീ ചെയ്യുന്നുണ്ടോ? ഞാൻ അതിൽ മിത്ര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നല്ല ക്യാരക്ടറാന്നാ പറഞ്ഞു. നീ ഞാനത് കേട്ടിരുന്നു, സ്റ്റോറിയൊക്കെ. അത് നല്ല ക്യാരക്ടറാന്ന് എനിക്ക് മനസ്സിലായി. നല്ല ക്യാരക്ടറായി. നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും ഒക്കെ ചെയ്യാനുള്ള ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്തായിരിക്കില്ലേ ഷൂട്ട്? ട്രിവാൻഡ്രത്താ. അപ്പൊ നമ്മൾ എന്തായാലും കുറെ ദിവസം അടുപ്പിച്ചുണ്ടാവില്ലേ, ഒരുമിച്ചുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കും. അവര് എന്തുവാ ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ? എന്റെ സീരിയൽ വിശേഷം അന്വേഷിക്കാൻ. എന്നിട്ട് ഇവള് ആദ്യം കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ട്രിവാൻഡ്രത്തല്ലേ ഷൂട്ട്, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഡെയിലി പോയി ഫുഡ് കഴിക്കണമെന്ന്. ആ പ്രാന്തിയാണ് ഈ പ്രാന്ത്. കാരണം ഇവളുടെ ജീവിതത്തിൽ ഫുഡ് ഞാൻ ഭയങ്കര തീറ്റപ്പണ്ടല്ല. അതാണ് ഏറ്റവും കൂടുതൽ. ഈ കണ്ണ് നിറയെ, അതായത് നമ്മൾ പറഞ്ഞു എല്ലാം കാണണം, കണ്ണ് നിറച്ചെല്ലാം കാണണം. പക്ഷെ അതിൽ നിന്ന് കഴിക്കുന്നത് ചൂസ് ചെയ്തിട്ടേ കഴിക്കുള്ളൂ. ഇത്തിരിയൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ ഈ ആർത്തി അല്ലല്ലോ, ആർത്തിയേ ഉള്ളൂ, അല്ലാതെ കഴിപ്പ് കുറവാണ്. അങ്ങനത്തെ ഒരു കുട്ടിയാണിത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് ഇപ്പൊ വരും. ചേട്ടൻ വന്നിട്ടുണ്ട് പ്ലേറ്റുമായിട്ട്. നോക്കാം, പ്ലേറ്റ് വന്നു. ഫുഡ് എപ്പ വരും? നമ്മുടെ ഫുഡ് ഇപ്പൊ വരും. നിനക്ക് ഇവിടെ വന്നിട്ട് എന്താ തോന്നുന്നത്? ഈ ഒരു പ്രത്യേക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പഴയ വീട് പോലത്തെ അങ്ങനത്തെ ഒരു ഇതിന്റെ പുറത്തുനിന്ന് കാണാൻ ഒരു പഴയ തറവാട് വീട് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ നോക്കി ഭയങ്കര രസമായിട്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഒരു ഉച്ച സമയമാണെങ്കിലും ആ ഒരു ചൂടോ അങ്ങനെയുള്ള ഭയങ്കര ഒരു അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇച്ചിരി നമ്മുടെ പ്രായക്കാർക്കൊക്കെ ഇവിടെ വരുമ്പോ ഒരു അടിപൊളി വൈബായിരിക്കും. അത് ഇവിടുത്തെ നോക്കി, ഇവിടെ ഫുൾ കളർഫുൾ ആട്ടോ. ഇവിടെ ഫുള്ള് ഈ ഹോട്ടലിന്റെ ഭയങ്കര ഇങ്ങനെ ഓരോ. അയ്യോ, ഇതെന്നതാ? ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സാധനം ഇത്. ചേട്ടാ ഇതെന്താ? ചിക്കൻ മന്തി. ഇതിന് നമ്മളെങ്ങനെ കഴിക്കും? അല്ല, ഇത് എന്താണ്? മട്ടൻ അല്ല, ബീഫിന്റെ സംഭവമാണ്. വാരിയെല്ലാണ് ഇത്. ബീഫിന്റെ കണ്ടിട്ട് തന്നെ. ഇവളാണ് ബീഫിന്റെ ആള്. ബീഫ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആളാണ് എന്റെ കുട്ടി.
നോക്ക് ഇച്ചിരി ചാറ് തരാൻ കേട്ടോ ഇതിന്ന് 5 വേണ്ടറിയോ ഒരു സാധനം. ഇവള് ഫുൾ ചിക്കൻ കഴിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഈ എല്ല് മാത്രം തന്നത്, മനസ്സിലായോ? അത്രക്കാരിയാണ് ഇവള്. ഇവക്ക് ബീഫ് ഇഷ്ടമാണല്ലോ, അപ്പൊ എല്ല് കഴിക്കാം. ഞാൻ പോന്നു, നീ ബില്ല് കൊടുത്തിട്ട് വന്നാ മതി. അല്ല പേഴ്സ് ഇവിടെ ബില്ല് കൊടുക്കണം അവിടുത്തെ. ഗൂഗിൾ പേ അവളപ്പൊ കൊടുക്കുന്ന നോക്കട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് ഇഷ്ടം ഓർഡർ ചെയ്യാനുണ്ട്. അല്ല ഇതിപ്പോ ആരുടെ യൂട്യൂബ് ചാനലാ? അടുത്ത എന്തായിട്ടാ വന്നിട്ടുള്ളത്? ബീഫ് കറിവേപ്പില. അത് കറിവേപ്പില വെച്ചെന്നാണ് ഞങ്ങൾ പേര് വന്നത്. അപ്പൊ ഇത് മാറ്റി കഴിഞ്ഞാൽ എന്താവും അത്? എന്റെ പൊന്ന് പൊട്ടി, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് കറിവേപ്പിലയാണെന്ന് തോന്നുന്നു. അതായത് കാരണം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ബീഫ് കറിവേപ്പില നല്ല സ്മെല്ല് വരും തോന്നുന്നുണ്ട് കേട്ടോ. ബീഫ് റിബ്സ്, ബീഫ് കറിവേപ്പില എല്ലാം. ഇവള് ചിക്കന്റെ ആളാണ്, പക്ഷെ ഞാൻ നല്ല ഇച്ചിരി ബീഫിന്റെ. പക്ഷെ ഇതിന്റെയൊക്കെ ഗ്രേവി നിനക്ക് കൂട്ടാ, കാരണം അടിപൊളി കളർ, സൂപ്പർ കളർ. ഗ്രേവി അടിപൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കണ്ടിട്ട് നീ കഴിക്കാൻ തോന്നുന്നു. നീ കഴിക്കണം കേട്ടോ. ചിക്കൻ ഷാപ്പ് കറി. ഷാപ്പിലെ ചിക്കൻ കറിയാണിത്. ഓക്കെ, തക്കാളിയൊക്കെ ഇട്ട് നാടൻ കറിയാന്ന് എരിവൊക്കെ ഉള്ള. ഓക്കെ, ഒരു മുളകൊക്കെ മോളെ ഇരിപ്പുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് മീൻകറി കഴിക്കാൻ തോന്നുന്നു. മീൻകറിയുടെ ലുക്ക് ഈ ചട്ടിക്കകത്ത് ചട്ടിയിൽ തന്നതുകൊണ്ടായിരിക്കും. സാധാരണ ചട്ടിയിൽ നമ്മൾ മീൻകറിയോ ഇല്ലേ അങ്ങനെ കാണുന്നത്. ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. എന്നാലും ഇനി എന്തൊക്കെയോ വരാനുണ്ട്, നോക്കാം. വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫുഡെല്ലാം ഇങ്ങനെ നിരനിരായിരിക്കുമ്പോൾ നിനക്ക് ഫുഡ് വേണ്ടേ? പിന്നെ നീ വിശക്കുന്നെങ്കിൽ എന്റെ മോക്ക് ഞാൻ ഐശ്വര്യമായിട്ട് അൽഫാം കുഴിമന്തിയിൽ നിന്നും നമ്മൾ തുടങ്ങാൻ പോവാ. കാരണം എന്റെ റൈസ് ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇപ്പത്തെ അപ്പൊ അത് കഴിച്ചു നോക്കി ടേസ്റ്റ് നോക്കണമല്ലോ, എന്നിട്ട് വേണം നിങ്ങളുടെ പറയാൻ അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മളത് കഴിക്കില്ലല്ലോ അങ്ങനെ. അപ്പൊ നമ്മള് അല്ല മാൻമിക്ക് ഞാൻ ഫസ്റ്റ് അൽഫാമാ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ ഏത് കഴിക്കണം? അൽഫാം കഴിക്കണോ? നിങ്ങള് ഇതിന് തുടക്കം തൊട്ട് ഈ ഫുഡ് ഇവിടെ ഇങ്ങനെ സെർവ് ചെയ്തപ്പോ തൊട്ട് ഒരാൾ ഒരു സാധനത്തിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കിള്ളി നോക്കുന്നു, മറിച്ചു നോക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. എന്റെ കൈകൾ കണ്ടില്ലേ? സാക്ഷി. എന്റെ കൊച്ചിന്റെ കൈ ഫുൾ ടൈം ഇവിടെയായിരുന്നു. അതല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇത് കണ്ടോ നിങ്ങൾ? ഇത് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് അവളുടെ കൺഫ്യൂഷൻ. എനിക്കിത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ നടക്കില്ല. കാരണം എല്ലാണ്. ഓ നോ, ഇതിന്റെ ഗ്രേവി ഉണ്ടല്ലോ. നീ ഇത് കഴിച്ചു നോക്കാം. ഇവിടെ ബീഫ് കഴിക്കില്ല, ഗ്രേവി മാത്രം. ഇത് സൂപ്പർ അല്ലേ? ഒരു ചെറിയ മധുരം എന്നാ എരിവുണ്ട്, അല്ല അടിപൊളി ഗ്രേവിയാണ്. അപ്പൊ നിനക്ക് കുഴിമന്തി ഫസ്റ്റ് തരാം, എടുത്തോ. ഇരിക്കുന്നത് കണ്ടില്ലേ? ചമ്മളൊക്കെ എടുത്ത് ഇട്ട് തരൂ മക്കളെ. ഇത് ഇടണമെങ്കിൽ ചേച്ചി അങ്ങ് വരെ വരണം. അതാ ഞാൻ ഈ ഒരു ചിക്കൻ പീസ് തരാം. ഇത് മൊത്തം ഞാൻ അതിനുള്ള ചീത്തപ്പേരും കേൾക്കണമല്ലോ. അത് നീ കേൾക്കണം. എന്റെ കുഞ്ഞിന് ഞാൻ റൈസ് കൊടുത്താൽ നല്ല മണം. ഞാൻ റിബ്സ് എടുത്ത് കൊടുക്കണം. അത് നീ എടുത്ത് തന്നില്ലെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് അവൾ ഈ സൂത്രം തിന്നുന്ന കാണണം. അത് ആ കമ്പാണോ? കമ്പല്ലല്ലോ, അത് എന്തായാലും പറയണേ. നീ അവിടെ നിന്ന് എനിക്ക് ഒരു ചിക്കന്റെ പീസ് എടുത്ത് ഇറങ്ങി ഞാൻ അവിടെ ഇങ്ങനെ അടിക്കാൻ എന്തുണ്ട്? അത് അടിച്ച് നിന്റെ വായിലോട്ട് ഇടുന്നത്. വാ തുറന്നു വെക്കണം. എന്റെ വിശന്നിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഏച്ചി പൊറോട്ട എടുക്കുവാണേ അന്ന് തോന്നല്ലേ? എനിക്ക് തോന്നുന്നു. ഞാൻ ഇച്ചിരി മൈനസ് എടുക്കാൻ പോവോന്ന് തോന്നല്ലേ? ഞാനും എടുക്കും. ഞാൻ ഇച്ചിരി കറക്റ്റ് ചടം പോവെന്ന് തോന്നല്ലേ? ഇതാണ് ദുഷ്ടത്തി. നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ലല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? ഇവള് യഥാർത്ഥത്തിൽ മിത്ര. എന്റെ മാന്യ എവിടാണോ എന്തോ മുന്നേ കണത്തി ചാടാൻ പറയുമ്പോ കൂടെ വരുമായിരുന്നു ചാടാൻ. എന്തിനാന്നറിയോ? എന്നെ തള്ളിയിടാൻ. അങ്ങനെ മാറി നിൽക്കും. ഇല്ല, അവള് ചിലപ്പോ ചാടൂല. ഹലോ, അതെ നമ്മള് ഇത് സാധനം കഴിക്കുന്ന കാണിച്ച് ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഗ്രേവി എടുത്തു, ഇങ്ങനെ വെച്ചു. അത് വെച്ച് കഴിക്കാൻ എല്ലാവർക്കും അറിയാം. നെല്ലര ഒന്ന് തുടങ്ങി ഞാൻ ഇതിനടുത്ത് ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഫുൾ ഗ്രേവി നോക്കി പഠിക്ക്. ഗ്രേവി മൊത്തം എടുക്കും. എന്നിട്ട് ഞാൻ എന്താ മതിയോ? ഗ്രേവി ഭയങ്കര ഇഷ്ടമായി. കാരണം വന്നപ്പോ തൊട്ടേ കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് പൊതുവെ മധുരം ഇഷ്ടം. ഇങ്ങനത്തെ സാധനം മധുരം വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. നാടനാണ്. എന്നാ അവരതിനകത്ത് സോസൊക്കെ ചേർത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടോ? ഇനി എന്റെ ഡൗട്ട് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് അവളുടെ ഡൗട്ട്. കഴിക്കടി.
കഴിക്കാൻ പറ്റും. അതാ 5 വിജയിച്ചിരിക്കുന്നു. ഇനി അത് കഴിക്കട്ടോ, ഞാൻ ഭയങ്കര തിരക്കിലായി. ഇവിടെ ശരിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു കൊണ്ടുവരേണ്ടുന്ന ആള് വേറൊരാളായിരുന്നു, ബിബിൻ ചേട്ടൻ. ബിബിൻ ചേട്ടൻ മിസ് ചെയ്യൂ. കാരണം ബിബിൻ ചേട്ടൻ ബീഫ് പോർക്ക് ഇതിന്റെയൊക്കെ ഭയങ്കര പ്രേമിയാണ്. പ്രത്യേകിച്ച് ബീഫ് ഈ സാധനമൊക്കെ കിട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ കാണിച്ചില്ല, അത് ബിബിൻ ചേട്ടൻ ഇവിടെ ആക്ഷൻ മാത്രം ഉണ്ടാവുള്ളൂ. സത്യം. ഈ അൽഫാമിന് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ കഴിക്കുന്നതില് ഈ എന്താ അതിന് പറയാ, ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ബറ്റൽ മുളകിന്റെ സാധനം അങ്ങനെ കടിക്കില്ല. പക്ഷെ ഇത് അങ്ങനെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. കൊള്ളാം, ഭയങ്കര വെറൈറ്റി മസാലയാണ്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഭയങ്കര വെറൈറ്റി ടേസ്റ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഫുഡിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നു, ഈ അമ്മായിക്ക് ശരിക്കും ഇതിനകത്ത് വേറെ ഉപ്പ് അറിയാം, മഞ്ഞൾപ്പൊടി അറിയാം, ഇതിനകത്ത് വേറെ എന്തുണ്ട്, എന്താണ് എന്റെ വായിൽ കൊണ്ടതെന്ന് പറയാൻ അറിയില്ല. മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ചിക്കൻ ഉണ്ടായിട്ടല്ലേ ഇതൊക്കെ തേക്കാൻ പറ്റുള്ളൂ. അല്ല എന്നെ പെട്ടെ, നീ കുക്ക് ചെയ്യുവോ? ഞാൻ ചെയ്യും. എന്തൊക്കെയാ നീ ഉണ്ടാക്കാറ്? ഞാൻ 5 എണ്ണ വേണമെന്ന് പറഞ്ഞാലും ഉണ്ടാക്കി തരും. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി തരൂടി. കഷ്ടം. അല്ല നിനക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാവുന്നത്? സമ്മതിക്കില്ല, ഇവിടെ എന്നെ ട്രോളിക്കോ എല്ലാം നീ സമ്മതിക്കില്ല. ഞാൻ മാഗിക്ക് ഉണ്ടാക്കും. മാഗിക്ക് ഉണ്ടാക്കും. ഇത് വലിയ ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് വല്ല ട്രെൻഡാന്ന് പറഞ്ഞിട്ടിരിക്കുക. ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കാം. സത്യം പറ, നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കണം? ചമ്മന്തി, രസം, അങ്ങനെ പറയൂ പ്ലീസ്. ഞാൻ എല്ലാം ഉണ്ടാക്കും. യൂട്യൂബിൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കാണാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അറിയണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാലോ. ഇല്ലെങ്കിൽ ആരെങ്കിലും ഫോമിൽ ചെയ്യാലോ. പാല്, പഞ്ചസാര, കാപ്പിപ്പൊടി, ചായപ്പൊടി. കാരണം ഞാൻ കാപ്പി കുടിക്കാറുള്ളൂ, അതുകൊണ്ട് ഞാൻ കാപ്പിപ്പൊടിയുടെ കാര്യം പറയാം. ചായപ്പൊടി. പിന്നെ ചായ ഉണ്ടാക്കുന്നത് കാപ്പിപ്പൊടി. എന്റെ അമ്മ എന്നെ ചായപ്പൊടി ഞാൻ മാറ്റി പറഞ്ഞില്ലേ? ചായപ്പൊടി, ചായപ്പൊടി, പൊടി, ചായപ്പൊടി, പൊടി. ഫുഡ് കണ്ടപ്പോ അവൾ എന്നെ മറന്നു ഗൈസ്. അപ്പൊ അല്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി അങ്ങനെ ഒന്ന് ചോദിക്കാൻ മൂളണേ. ഇവിടെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയുണ്ട് ഇല്ലേ? ആ പൂച്ചക്കുട്ടി ഇവളുടെ ജീവനും ജീവിതവും ആ പൂച്ചക്കുട്ടിയാണ്. അതിന് പേരെന്താ മോനെ? അമ്മണിമുത്ത്. എന്തെന്നാ? അമ്മണിമുത്ത്. അമ്മണിമുത്ത്. അമ്മണിമുത്ത് മോക്കത്ത് ഇപ്പൊ ഈ ഇടയ്ക്കൊരു പണി തന്നു ഞങ്ങൾ പറഞ്ഞു, അതൊന്ന് പറയാമോ? അമ്മണിമുത്ത് എന്നെ പീഡിപ്പിച്ചു, എന്നെ മാന്തി. അതെന്തിനാ മാന്തിയത്? ഞാൻ അവളുടെ മേത്ത് മറ്റേ പുല്ലുണ്ടല്ലോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണേ. നമ്മളിപ്പോ മനുഷ്യരുടെ മേത്താണല്ലോ ഇങ്ങനെ പിടിക്കില്ല. അപ്പൊ അത് പൂച്ച, അതായത് ഇവള് ആ പൂച്ചയെ കയറി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, അതേപോലെ കയറി പിടിച്ചു. അല്ല, അപ്പൊ പൂച്ചയുടെ പൂടയിൽ ആ സാധനം ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഫുൾ ഉണ്ടായിരുന്നു, തലക്കൂടെ ചെവിക്കൂടെ ഒക്കെ മേത് ഫുൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു സൈഡ് അവളിങ്ങനെ കിടന്നപ്പോ ഞാൻ എല്ലാം എടുത്തു. അപ്പൊ ഞാൻ അവിടെ തിരിഞ്ഞു കിടക്കണേന്ന് പറഞ്ഞ് തിരിച്ചിടാൻ പോയതാ, ദോശ മറിക്കുന്ന പോലെ. എന്നെ ആക്രമിച്ചു ഗൈസ്. നിനക്ക് ഇതല്ലായിരുന്നു വേണ്ട. ഇതിന്റെ ഇവളെ ശരിക്കും ഉപദ്രവിച്ചാണ് സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ഇല്ല കേട്ടോ, യക്ഷിയെ പോലെ ഇത്രയും വളർത്തി വെച്ചിരിക്കും. സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഇങ്ങനെ ആരും ഇങ്ങനെ ഉപദ്രവിച്ച് അങ്ങനെ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവളാ ഇങ്ങനെ ഇന്നലെ ആണ് ഓരോ ഒറ്റയടി എന്റെ ഇവിടെ സ്നേഹമാ, അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒറ്റയടി എന്റെ ഇവിടെ ഞാൻ മറന്നില്ലായിരുന്നു. അതേപോലെ ഇവള് ആ പൂച്ചയായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ പോയതിന്റെയാണ് ഈ കയ്യിലിരിക്കുന്നത്. നിനക്ക് അങ്ങനെ നിന്നെ അടിച്ചു, നിന്നെ ഏത് നേരത്താണ് ഞാൻ വിളിച്ചത്? അമ്മ എന്തിന്? അച്ഛാ എന്തിന്? എന്തിന്? അതെന്നെ മൂക്കിലോട്ട് ചോറ് വലിച്ചു കഴിഞ്ഞു. എടേ കുഞ്ഞിന് നിന്ന് ശ്വാസം വലിച്ച ഇത് കയറി മൂക്കി പോത്തില്ലേ? പിന്നെ നിനക്ക് വായി കൂടെ കഴിക്കാൻ പറ്റുമോ? അത് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് മോളെ, കെയർഫുള്ളാ. നിങ്ങൾ ഗുഡ് ഗേൾ. ആ ക്രിക്കറ്റ് കണ്ടോ? ഈ പാത്രം നോക്കൂ, എനിക്ക് ഒന്നും തരുന്നില്ല, അവളെല്ലാം തിന്നു. ഇനി ഈ പാത്രം നോക്കി ഇവൾ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് ഇതിന്റെ മാംസം മൊത്തം ഇവള് ഊറ്റിയെടുത്തിട്ട് എല്ല്
അത് അവള് ഊറ്റിയെടുത്തേ, ഞാൻ അവൾക്ക് ഊറ്റിയെടുത്തു, അവളെ ഊറ്റിയെടുത്തതാ. ഇതിൽ നിന്ന് ഇങ്ങനെ പിച്ച് മാംസം മാത്രം അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ ഞാൻ കൊടുപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ടാണ് ഇവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഗൈസ് ക്രിക്കറ്റ് ബാറ്റ് കഴിയും. അതെ മതി കേട്ടോ. ഞാൻ ഒരു സാധനം ഇങ്ങനെ കുറെ നേരം കൊണ്ട് നോക്കിയിരിക്കുക. ഞാൻ അങ്ങനെ എടുക്കുവാണേ, ഒന്നും തോന്നരുത്. ഇതെന്തുവാടെ? ഒറ്റ പീസാണോ? ഇതെന്ത് വരുന്നില്ലേ? ഓ പൊളി പൊളിയടെ പൊളി. ബീഫ്, നല്ല അടിപൊളി ബീഫ്. അങ്ങനെ അവർക്ക് എല്ലല്ലാതെ കുറച്ച് പീസ് കിട്ടിയിരിക്കുന്നു സഹാക്കളെ. എങ്ങനെയുണ്ട്? കൊള്ളാട്ടോ സംഭവം, അടിപൊളി. ഞാൻ ഇതിനെ വിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. എന്ത് പറ്റി എനിക്ക്? ഇതുപോലെ ഞാൻ എടുത്തില്ല, എന്താന്നറിയില്ല, ഒട്ടും വിശപ്പില്ല. നീ ഇത് കഴിച്ചോ? പൊടി, ബീഫ് കറിവേപ്പില. ബീഫ് മുന്നേ കഴിക്കാത്തോണ്ട് പൊടി മതി. എങ്ങനെയുണ്ട് അതിന്റെ പൊടി? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയല്ലേ? എനിക്കും ഇഷ്ടമായി അതിന്റെ പൊടി. നല്ല ഇതിനകത്ത് മറ്റേ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട്. വറ്റൽ മുളകാണ് ഇതിന്റെയൊക്കെ മെയിൻ റെസിപ്പി. അതിന് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് ആ പൊടിക്ക്. നിന്റെ മുടിയുടെ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കൂ എന്റെ പ്രേക്ഷകർക്ക്. പറയില്ല, സീക്രട്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത്രയും എല്ലാരും ചീത്ത വിളിക്കും. സൂര്യ കൈമളിനെ ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത്. എന്റെ അച്ഛന്റെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇച്ചിരി വെള്ളം തരുമോ? ഇപ്പൊ ഞാൻ തരാം, ഇപ്പൊ തരാം വെള്ളം. അതെ ഗായ്സ്, ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾക്ക് കാരണവന്മാരായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ സൗന്ദര്യ കോലവും കൊണ്ടാട്ടോ ഞങ്ങൾ ഈ നടക്കുന്നത്. എന്റെ ഫ്രണ്ടാണോ? എനിക്ക് സംശയം ഉണ്ടല്ലോ. പിന്നെ നിന്റെ അടുത്ത് നീ അങ്ങനെ പറഞ്ഞ അവർക്ക് സങ്കടം വരൂലേ? അയ്യോ സത്യമായിട്ട് എന്റെ അച്ഛന്റെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാനിത് വെറുതെ പറഞ്ഞു. അതും ആ പെരും പറഞ്ഞ എന്റെ കൊച്ചിനും ആരും ഒന്നും പറയല്ലേ. അതെ, ട്രോളുകൾ ഏറ്റുവാങ്ങി ഞാൻ തളർന്നിരിക്കുകയാണ്. എനിക്ക് പുതിയത് തരരുത്. അവരുടെ പാരമ്പര്യമായിട്ട്. കാരണം ചേച്ചിക്കുണ്ട്, അമ്മയ്ക്ക്. ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളാണോ നിനക്ക് തോന്നുന്നുണ്ടോ? ഇവളുടെ കെയറിങ്ങിൽ ഇവൾ മുട്ടച്ചി അവന്റെ സമയം കഴിഞ്ഞു. മുട്ടച്ചി അല്ലല്ലോ, മുട്ടച്ചി അവന്റെ സമയം. ഷൂട്ട് വരുമ്പോ ഡെയിലി ക്രിമ്പ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ക്രിമ്പൊക്കെ ചെയ്ത് തല നനക്കില്ല. ഇവൾ കുളിക്കില്ല, അതുകൊണ്ടാണ് ഇവൾ മുടി ഇങ്ങനെ നിൽക്കുന്നത്. ഡെയിലി കുളിക്കുന്ന ആളുകളാണെന്ന് നോക്ക്, എന്റെ മുടി കണ്ടില്ല. ഞാൻ ഡെയിലി കുളിക്കും. ഇവള് തല നനയ്ക്കാറില്ല കേട്ടോ ഡെയിലി. അതുകൊണ്ടായിരിക്കണം അല്ലേ? അതുകൊണ്ടായിരിക്കണം ഞാൻ തല വാഷ് ചെയ്യുള്ളൂ. അതാണ് ഇവളുടെ ഹെയർ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഇവള് ഡെയിലി ക്രിമ്പ് ചെയ്യാറുണ്ട്, അയൺ ചെയ്യും അങ്ങനെ. പക്ഷെ എന്റെയൊക്കെ മുടി ഇഷ്ടം പോലെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും. ഒരുപാട് മുടിയുള്ളവർക്ക് എന്നും വാഷ് ചെയ്യാം, എന്തും ചെയ്യാം. തിക്നെസ് ഉള്ളവർക്ക് എന്തും ചെയ്യാം. നമ്മളെപ്പോലെ തിക്നെസ് ഇല്ലാതെ വാല് പോലെ നീളം മാത്രമുള്ളവർക്ക് ഡെയിലി കഴുകാൻ പറ്റില്ല, കാരണം അത് ഊരിപ്പോരും. നീ ഇവിടെ വന്നിരുന്ന് ഈ കഴിക്കുന്നത് ഒരു പാവം പിടിച്ച അമ്മ ആ റൂമിലുണ്ട്. നീ ഒരു കോള് ചെയ്ത് അമ്മ കഴിച്ചോ എന്താ വെള്ളം തിരക്കോ? ഞാൻ പറഞ്ഞു പോരും മനുഷ്യ മേടിച്ചു തരുന്നു ഫുഡ്. എനിക്കും വേണം, എന്റെ പൊത്തകത്തിന് വേണമല്ലോ. പക്ഷെ പാവം എന്റെ അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? അമ്മയ്ക്ക് വേണ്ടത് എന്താന്ന് അറിയുമോ? ദോശ. ഉമ്മി ഉമ്മി പ്രഹസന ഉമ്മി. എന്റെ ഉമ്മി ഞാൻ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷെ ഉമ്മയ്ക്ക് പുറത്തെ ഫുഡിനെക്കാട്ടും ഇഷ്ടം വീട്ടിലെ ഫുഡാണ്. എന്റെ ഉമ്മി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഉമ്മി ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ കൊടുത്തൊക്കെ വിടും. അതൊരു നാണമില്ലാതെ അവളിങ്ങ് എടുത്തോണ്ട് പോരും. ഉമ്മി ഉണ്ടാക്കിയത്. അപ്പൊ അത് നാണമില്ലാതെ കഴിക്കുന്നത് എന്റെ ഉമ്മ ഉണ്ടാക്കിയത് കഴിക്കുന്നത് ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? എന്റെ ഉമ്മ ഉണ്ടാക്കിയത് ഞാൻ കഴിക്കും. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കും. ഉമ്മി പാവം വിജയലക്ഷ്മി ഇല്ലാതെ ഇവക്കൊരു ജീവിതമില്ല. എന്നിട്ടാണ് ഇവള് വിജയലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ കേട്ടല്ലേ ഇതല്ല? ഒന്നും പറഞ്ഞില്ല അമ്മേ. ഇവക്ക് മാലയുടെ കൊളുത്തിടണമെങ്കിൽ ഇവളുടെ അമ്മ വേണം ശരിക്കും. എന്താ വെച്ചാ കഴിഞ്ഞ ദിവസം ആരാ ഈ സാധനം ഇട്ട് കഴിയുന്നില്ല ഇന്നും? അത് എന്റെ സൂര്യ കൈമളിന്റെ ബ്രസ്. അത് ഞാൻ തനിയിടും. ഇല്ല, കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറ്റം പറയണ ലൊക്കേഷനിൽ വെച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യണമെങ്കിലും അമ്മ വേണം, മാല ഇടണേ അമ്മ വേണം, കമ്മലിന്റെ പിരി ഇടണേ അമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റം പറഞ്ഞോണ്ടിരുന്നപ്പോ അവള് കയ്യില് ബ്രേസ്ലെറ്റ് ഇട്ടോണ്ടിരിക്കണേ. അവൾക്ക് അത് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അവൾ എന്ത് ചെയ്യും. എന്നിട്ട് ആരെ ഇട്ടെന്നെ? ഞാൻ തനിയെ ഇട്ടത്. അല്ല, അത് തീരട്ടെന്ന് വിചാരിച്ച ഞാൻ തനിയാണ് ഇട്ടത്. ഗൈസ്, ഞാൻ തനിയാണ് ഇട്ടത്. ആരുമില്ല ഗൈസ്, അവിടെ തെളിവിന് ആരുമില്ല. ആരാ പറഞ്ഞത്? അവിടെ നിഷ ചേച്ചി ചേച്ചി ഇട്ട് തന്നത്. നോ, ഞാൻ തനി. ഓക്കെ, എടുക്ക് 2 ബ്രേസ്ലെറ്റ്. ഇന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പൊ മത്സരം. ഇങ്ങനെ പണി എടുപ്പിക്കണേ? അതാണ് ചുമ്മാ. ഞാൻ തനിയായിട്ടാണ്. കാരണം എന്നോട് എപ്പോഴും ഉമ്മയും വരാറില്ല. അതുകൊണ്ട് ഞാൻ തനിയാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ ഇവൾ അങ്ങനെയല്ല. എല്ലാത്തിനും അമ്മ 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 അപ്പ അമ്മ അപ്പ അമ്മ 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 അമ്മ.
അമ്മേനല്ലേ വിളിക്കുന്നത്, വേറെ ആരെയല്ലേ വിളിക്കുന്നത്? വേറെ അടിക്കും. എന്റെ സ്വന്തം അമ്മ ഇനിയും വിളിക്കാം, എപ്പോഴും വിളിക്കും. ഓഹോ, അപ്പൊ എന്റെ ഉമ്മയെ വിട്ടു. കാരണം ഇവിടെയും ചാടും, ഇവിടെയും ചാടും, എല്ലായിടവും ചാടും. ഉമ്മ എന്റെ പൊന്നും കൂടാണ്. ഞാൻ ലൊക്കേഷനിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരും, എനിക്ക് സ്പെഷ്യലൊക്കെ തരും. നിന്റെ ഉമ്മയ്ക്ക് എനിക്ക് ഭയങ്കര സ്നേഹം. ഈ ബർത്ത്ഡേക്കൊക്കെ കേക്ക് ഒക്കെ കൊടുത്തു വിടും. ഈ ഷോപ്പിംഗ് ആയിട്ട് ഉമ്മ ഇനി അടുത്ത ലൊക്കേഷനിൽ എന്തെങ്കിലും കൊടുത്തു വിടുന്നായിരിക്കും. നീ അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം ഗുലാമി വന്നിട്ട് ഭയങ്കര ജാടയൊക്കെ ആയിരിക്കും. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ആയിരിക്കില്ല. ഉമ്മി വീട്ടിൽ നിന്ന് ഇത് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഉമ്മി കൊടുത്തു വിടുന്ന സംഭവമാണ്. ഇവിടെ വന്നിട്ട് അഹങ്കാരത്തോടെ ബാഗ് എടുത്തിട്ട് ഉമ്മാന്നൊക്കെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് തരും. കഴിച്ച തന്നെ ഞാൻ ഇനി ലൊക്കേഷനിൽ കൊണ്ടുവന്ന് നീ ഫുഡ് കഴിച്ച കൊണ്ടുവരും. ഫുഡ് കഴിച്ച് വയറ് നിറച്ച് ഒരുമാതിരിയില്ല. മറ്റേ പൂച്ചയല്ലല്ലോ, പാമ്പ് പോലെ ഞാനും മാൻവീന്ത ഇങ്ങനെ അന്നേ ശരിക്കും പറയാലോ. ഇവിടെ ഒരു ബെഡും കൂടി ഇട്ടാൽ നമുക്ക് കടന്നുറങ്ങിയേനെ. അടിപൊളി ഫുഡെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഞങ്ങള് കാര്യാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറ ഫസ്റ്റ്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങളല്ലത് പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ എംപ്റ്റി ആക്കി കഴിച്ച് ഓൾമോസ്റ്റ് എല്ലാം തീർത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം കയറ്റാന്ന് അത്ര മാക്സിമം ഇത്ര പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലാതെ ഞങ്ങൾ ഇനി എന്താ ഓർഡർ ചെയ്ത് കഴിച്ചോണ്ടിരുന്നേനെ. നല്ല ഫുഡാട്ടോ. അപ്പൊ നിനക്ക് ഇനി എന്താ അടുത്ത വേണ്ടത്? ഐസ്ക്രീം. നമ്മൾ എന്ത് കഴിച്ചാലും ഐസ്ക്രീം കഴിക്കണം. അയ്യോടാ, അത് ഇവളായിട്ട് കണ്ടുപിടിച്ച ഒരു കഴിക്കണമെന്നാണ്. മധുരം നമുക്ക് ഐസ്ക്രീം ആക്കാതെ ഐസ്ക്രീം തൊട്ട് കഴിച്ചോ. അളിച്ച ചളിയായിട്ട് വരും. അക്കിൽ ഐസ്ക്രീം അടിച്ചതാ. ഞങ്ങളിപ്പോ ഐസ്ക്രീം ആയിട്ട് പുറത്തുണ്ട്. ബാ, ഇവളെ മാസ്ക് അത് എല്ലാം ഞാൻ പറക്കണം. അസിസ്റ്റന്റ് വരൂ. അയ്യാ മാഡം പ്ലീസ്. ഫുഡ് കഴിച്ചതിന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകും. ഓക്കേ. നമ്മൾ പിന്നെ വീട്ടില് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കും. പിന്നെ കിടന്ന് ഉറങ്ങുന്നത് ആര് ചെയ്യും? കുറച്ചു ഇരുന്നിട്ട് ഉറങ്ങും. ഒരു രക്ഷയില്ല കേട്ടോ. ഇവളുടെ ബുദ്ധി കാരണം എനിക്ക് ഇവിടെ ഫുഡ് കഴിച്ച് കഴിയുമ്പോ കുറച്ചേരം എവിടെയെങ്കിലും ഇരിക്കില്ലേ? അതെ ഇരിക്കും. പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷനിലാണെങ്കിൽ ഞങ്ങൾ ഓടും, നടക്കും, ഡ്രസ് ചേഞ്ച് ചെയ്യും, എന്തൊക്കെ പണികളാ. അതെ, അപ്പൊ ഇരിക്കാൻ സമയം ഉണ്ടാവും. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കൂടെ? അഞ്ചിയുടെ കൂടെയുള്ള എല്ലാ ദിവസവും സൂപ്പർ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരുന്നു. അത് പൊക്കി തട്ടി മുകളിൽ കയറ്റി. ശരിക്കും പറയാൻ നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അഞ്ചിയുടെ കൂടെ 2 വീലറിൽ കയറി. കുറച്ച് പേടിച്ച് പറിച്ചാണ് ഞാൻ ഇരുന്നതെങ്കിലും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയൊക്കെ ഇവളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡെയിലി ഇങ്ങനെ കണ്ട് അങ്ങോട്ടും പറയുന്നോണ്ടാണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റാത്ത. ഭയങ്കര ഒരു ചോദ്യമൊന്നും ചോദിക്കാനായിട്ടില്ല. ഞങ്ങള് കാഷ്വലി എങ്ങനെയാണോ ഡെയിലി കാണുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം എടുത്തു പോയത്. നിന്റെ ഇനി ഞാൻ ഇവളടുത്ത് ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ലൊക്കേഷനിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഈ ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചിട്ട് ഞാൻ അതിന്റെ മറുപടി കേൾക്കണം. അല്ല വേണ്ട, ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാലും മതിയേ. നീ പറയണം, നീയും പറയണം സെയിം ക്വസ്റ്റ്യൻ ആൻസറേ. ഇത് എനിക്കെന്തോ പണി മേടിച്ച് വെച്ചതുപോലെ ഒരു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൊക്കേഷനിൽ ഇവളും ബിബിൻ ചേട്ടനും ഉണ്ട്. അൻഷിയും ബിബിൻ ചേട്ടനുമാണ് കൂടെ ഇവിടെ ലൊക്കേഷനിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. കാരണം കുറേ നാളായിട്ട് അറിയാം. കൂടെ ഇവിടെയിൽ വരുന്നതിന് മുന്നേ ഒരു 5-6 വർഷമായിട്ട് എപ്പോഴും കോണ്ടാക്ട്, എന്നും മെസ്സേജ് അയക്കൊന്നുമില്ല, എന്നാലും ഞങ്ങൾ തമ്മിൽ സ്റ്റിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ തന്നെ പോകുന്നു. ഞങ്ങൾ ഇന്ന് കണ്ടാലും ഒരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലും ഇതേപോലെ തന്നെ ആയിരിക്കും ഞങ്ങളുടെ ഒരു ഇത്. അങ്ങനെ കാരണം ശരിയല്ല, നമ്മൾ ഡെയിലി മെസ്സേജ് ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ കാണുന്ന ദിവസങ്ങളിൽ അടിച്ചുപൊളി ഒരു ആണ്. യെസ്, അങ്ങനെയാണ്. അൻഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ലൊക്കേഷനിലാ? ഓഫ് കോഴ്സ് നീയും ബിബിൻ ചേട്ടനും തന്നെയാണ് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ഈ ചോദ്യം ചോദിച്ച് എന്തിനാന്ന് എനിക്ക് അറിയാം. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ അതായത് നമ്മളെ ഋഷിയുടെ അമ്മ ശ്രീധന്യ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 10 പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ ഒരു കഥ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശ്രീധന്യ ചേച്ചിനെയാണ് നിനക്ക് ഇഷ്ടമല്ലേ. അപ്പൊ തൊട്ട് തുടങ്ങിയ കുശുമ്പായി വെക്ക്. പക്ഷെ എനിക്ക് ശ്രീധന്യ ചേച്ചി പാവാണ്, അതല്ല എന്നാലും അൻഷിക്ക് എന്റെ വിരൽ എന്റെ വായി പിടിച്ച് വെച്ച് കടുപ്പിക്കുന്നു. എന്തൊക്കെയാണോ നിനക്ക് എന്റെ അടുത്ത് വല്ല പറയാനുണ്ടോ? എന്തായാലും ചോദിച്ചു വെക്കാനോ എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അങ്ങനെയൊന്നുമില്ല. ഇനി ഇപ്പൊ ചോദിക്കണേ, ഇപ്പൊ എന്തെങ്കിലും ഇന്നിപ്പോ ചോദിക്കാൻ പറ്റുമല്ലോ, നാളെ ചോദിക്കാം. ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ചൂസ് ചെയ്യാനില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഒന്നില്ലെങ്കിൽ റൂമിൽ പോയിട്ട് ഓർക്കുമ്പോഴാണെങ്കിലും വോയിസ് നോട്ട് ആയിരിക്കും. അത് ഉറപ്പാണ്. അഞ്ചിമാ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ എന്താ അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുള്ള വരും, അങ്ങനെ സംസാരിക്കും. ഇതാണ് നിങ്ങളുടെ ഈ ഒരു കുറുമ്പ്. എന്റെ ഹെയർ സ്റ്റൈലൊക്കെ കളഞ്ഞു തുടങ്ങി. എന്റെ അമ്മേ തുടങ്ങി. കൂടെ എവിടെ പ്രേക്ഷകർ, എന്റെ യൂട്യൂബ് പ്രേക്ഷകർ, നിനക്ക് എന്താ പറയാനുള്ളത്?
കൂടെ ഇവിടെ സീരിയലിന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ ഫാൻസ് ആയിട്ടാണെങ്കിലും അങ്ങനെ കുറെ പേര് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിന് നല്ലൊരു റീച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. അതെ, ഫാൻസ് ഒരുപാട് സപ്പോർട്ട്. നമ്മളിപ്പോ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അത്രയും ഫാൻസുകാർ അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഫാൻസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇവളെ എന്റെ ചാനലിൽ വിളിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. എൻ്റെ കൂടെ ഇവിടെ സീരിയലിൽ ഞങ്ങൾ നെഗറ്റീവ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് അഭിനയമാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അങ്ങനത്തെ ഒരു സംഭവം അഭിനയം മാത്രം. ശരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ എനിക്കൊരു ബാഡ് കമന്റ്സ് വന്നാലും ഇവക്കൊരു ബാഡ് കമന്റ്സ് വന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതെ, അതങ്ങനെ ഇവള് ഭയങ്കര ഈ കാണുന്നതേ ഉള്ളൂ, ഭയങ്കര പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വായിക്കുന്ന ടൈമിൽ ഇപ്പൊ എനിക്കായാലും നമുക്ക് മെന്റലി ഒരു പ്രശ്നം ഉണ്ടാവും. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഓക്കെ നമ്മളിത് പെർഫോം ചെയ്തിട്ടും അങ്ങനെ ആയില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരുമല്ലോ. അങ്ങനെ വരാറുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ഒരു ഷൂട്ട് എനിക്ക് തോന്നുന്നു ഈ ഇടയിലത്തെ സംഭവം തോന്നുന്നു ഇവളെ കുറച്ച് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും എന്റെ കുഞ്ഞിനെ പുട്ടിയമ്മ എന്ന് വിളിച്ചു, അങ്ങനെ പുട്ടി മോളെന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കരുത്, എന്റെ കൊച്ചു പുട്ടിയേ ഇല്ല കേട്ടോ. അവൾക്ക് നല്ല നിറമുള്ള ആളാണ്. അപ്പം അതിന്റെ കൂടെ നമ്മള് ആ ഒരു ഗെറ്റപ്പ് സാരിയൊക്കെ ഉടുത്ത് ആ ഇത് ഓർണമെന്റ്സ് ലെൻസ് പിന്നെ ലൈറ്റ് അതൊക്കെ വരുമ്പോഴത്തേക്ക് വേറൊരു ഇതിലേക്ക് മാറും. അല്ലാതെ എന്റെ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പുട്ടിയൊന്നും ഇടുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൽ മേക്കപ്പ് ഒക്കെ ഇട്ടാൽ ഞങ്ങളൊക്കെ വരാറെന്ന് തോന്നുന്നു. അത് ഞാനും അങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്യാറില്ല. അതിലങ്ങനെ ആരും അങ്ങനെ ഡള്ളായിട്ട് ഉള്ളവരില്ല. അപ്പൊ എല്ലാരും നോർമലായിട്ട്, കാരണം നമുക്ക് ലൈറ്റിൽ മുമ്പിൽ നേരിട്ട് പോയി നിൽക്കാൻ പറ്റില്ല. ആ ലൈറ്റ് അടിക്കുന്ന നമ്മുടെ സ്കിന്നിന് ചീത്തയാണ്. പിന്നെ എന്തെങ്കിലും ഒരു ബേസ് നമ്മൾ ഇട്ടാൽ മാത്രമേ നമ്മുടെ സ്കിൻ പക്കായിട്ടിരിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരവരുടെ ടോണിന് ചേരുന്നതാണ് അവരവരെല്ലാരും ഇടുക. അപ്പം അതാണ് സംഭവം. ഇത് എന്റെ കുട്ടിക്ക് പറയണം, നിങ്ങൾ ലോകത്തോട് വിളിച്ച് പറയണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ബട്ടർ സ്കോച്ച്, ഞാൻ വാനില ഐസ്ക്രീം വന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇവക്ക് എന്താ പ്രേക്ഷകരോടായാലും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം അതായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇവക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യം. എപ്പോഴും അങ്ങനെ ഒരു കമന്റ്സ് വരുമ്പോ ഞാൻ വിചാരിക്കും ഞാൻ എല്ലാ സീരിയലിലും ഇങ്ങനെ തന്നെയാണല്ലോ മേക്കപ്പ് ചെയ്യണം, പിന്നെ എന്ത് ഇതിന് മാത്രം ഇത്ര സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോ. ആ ലെൻസ് ഒക്കെ വെക്കുന്നോണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ തോന്നുക. അത് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം പറഞ്ഞിട്ട് തന്നെ വെക്കുന്നത്, അല്ലാതെ എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നതല്ല കേട്ടോ ലെൻസ്. എനിക്ക് ഞാൻ ഭയങ്കര ലെൻസ് വെച്ച് അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വെക്കുന്ന ലെൻസ് അല്ല. ലെൻസ് വെക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ക്യാരക്ടറിന് ആപ്റ്റ് അങ്ങനെ വേണം എന്ന് പറയുന്നോണ്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ 5 യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു ഈ ഒരു അവസരത്തിൽ. കാരണം എനിക്കറിയാം ഇവർക്ക് ഇത് പറയണമെന്ന്. ഞങ്ങളിപ്പോ എനിക്ക് ഇന്നലെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് അവർക്ക് പറയണമെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും എന്റെ കുഞ്ഞിനെ ഇനി അങ്ങനെ പറയരുത് കേട്ടോ. മതിയാ? സന്തോഷായ? ഹാപ്പിയാ? അപ്പം നമുക്ക് ഈ ഐസ്ക്രീം കഴിച്ചോണ്ടൊരു ബൈ പറഞ്ഞാലോ? പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്റെ ഡ്രസ്സിൽ ഫുൾ ഐസ്ക്രീം ആവും. കൊച്ചുകുട്ടികളെ കണ്ടു കഷ്ടം. അപ്പൊ ഞാൻ വാനില ഐസ്ക്രീമും കഴിച്ചു, ഞാൻ ബട്ടർ സ്കോച്ചും കഴിച്ച് നിങ്ങൾക്കും തന്ന് ഒരു അടിപൊളി ബൈ പറ അല്ലേ? യെസ്. അപ്പം ആരും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വിചാരമല്ല, ഇഷ്ടപ്പെട്ടാണ്. കാരണം ഞങ്ങൾ എങ്ങനെയാണോ നോർമല് അങ്ങനെ തന്നെയാണ് കാണിക്കുക. അതെ, അതാണ് ഇന്ന് നമ്മൾ ഫുൾ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും എന്തൊക്കെ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സൈഡിൽ ഒരു ബെല്ലുണ്ട്, അതിങ്ങനെ ക്ലിങ് അടിക്കണം. അപ്പൊ ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇടയിൽ ഇതുപോലെ ഇവളെ ഞാൻ കൊണ്ടുവരും. എന്നാലും അങ്ങനെ വീണ്ടും വരും കേട്ടോ. ബിബിൻ ചേട്ടന്റെ കൂടെ ഞാൻ വീണ്ടും വരും. ഞങ്ങൾ ഒന്നിച്ചൊരു വീഡിയോ അന്ന് ഞാൻ കുറെ പണികൾ പ്ലാൻ ചെയ്യും. അതെ. അപ്പൊ ഓക്കെ, ബൈ.